19-ാം നൂറ്റാണ്ടിൽ ഒരു സാധാരണ സ്ത്രീക്ക് തൻ്റെ ഉള്ളിൽ മുഴങ്ങിക്കേട്ട ദൈവീക സ്വരം ഒട്ടും മടികൂടാതെ അനുവർത്തിച്ച കേരളത്തിലെ ആദ്യ ഏതദ്ദേശീയ സന്യാസിനി, ഭാരതത്തിലെ ആദ്യ കർമ്മലീത്ത സന്യാസിനി ആകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട മദർ എലീശായിൽ വിളങ്ങിയ സഹനസന്നദ്ധതയും ധീരോദാത്തമായ കാൽവെപ്പും CTC സഭയ്ക്ക് രൂപം കൊടുത്തു. വൈപ്പിശ്ശേരി തറവാട്ടിൽ നിന്ന് വാകയിൽ തറവാട്ടിലേക്ക് നടപ്പെട്ട മദർ എലീശാ തൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളെ ധീരമായും നിശബ്ദമായും ഏറ്റുവാങ്ങിയവളാണ്. ചെറുപ്പത്തിൽ തന്നെ വിധവയായിട്ടും കുടുംബജീവിതത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുവാൻ നിർബന്ധിതയായിട്ടും അതിലൊന്നും സന്തോഷം കാണാതെ ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകൾ ചെലവഴിച്ച് സഹനങ്ങളെ നേരിടുവാൻ കരുത്താർജിക്കുകയായിരുന്നു. പനമ്പുമഠത്തിലെ ആവൃത്തിക്കുള്ളിൽ ജീവിച്ചുകൊണ്ട് നവീന കർമ്മലീത്ത സഭയുടെ ബാലപീഡകൾ സധൈര്യം സ്വീകരിച്ച് മുന്നോട്ടു പോയവൾ മദർ എലീശാ. ഏക മകളുടെ മരണം, അനുജത്തി ത്രേസ്യായുടെ തളർവാദം, പകർച്ചവ്യാധികൾ ഓരോന്നായി മദർ എലീശായെ സഹനത്തിൻ്റെ തീച്ചുളയിൽ സ്ഫുടം ചെയ്തു. ദിവ്യനാഥൻ്റെ പീഡാസഹനത്തിൽ പങ്കുകാരിയായി ചരിത്രതാളുകളിലെ യാഥാർത്ഥ്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സ്വന്തം സ്വത്തുക്കളും ദാരിദ്ര്യത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായി ഉണ്ടാക്കിയ സെൻറ്റ് തെരേസാസ് മഠത്തിൽ നിന്ന് റീത്ത് വിഭജനത്തെ തുടർന്ന് സർവസംഘ പരിത്യാഗിയായി ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോരേണ്ടി വന്ന അവസ്ഥ. ഇത് മദർ എലീശായുടെ സഹനധീരതയുടെ ഉത്തമ ഉദാഹരണമാണ്. രക്തസാക്ഷിയെപ്പോലെ സഹനങ്ങളുടെ നടുവിൽ പരിഭവമോ പരാതിയോ ഇല്ലാതെ നിശബ്ദമായി സഹിച്ച് ധീരതയോടെ മുന്നേറി CTC സഭാ മക്കൾക്ക് മാതൃകയും കരുത്തുമായി. ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് ലഭിച്ച അനുഗ്രഹവും കൃപയും പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച ത്യാഗത്തിൻ്റെ മാതൃക, ദൈവഹിതത്തോടുള്ള വിധേയത്വം, ഇതെല്ലാമാണ് ധന്യയായ മദർ എലീശാ. ഇന്ന് ധന്യയായ മദർ എലീശാ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ സഹനങ്ങളെ ധീരതയോടെയും നിശബ്ദമായും സ്വീകരിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.